ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് മേടമാസം 18-ാം തീയതി മുതൽ ഇടവം 17-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലം ആദിത്യൻ മേടം ഇടവം രാശികളിലായി ഭരണി, കാർത്തിക, രോഹിണി, ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു. മെയ് 1-ാം തീയതി ചന്ദ്രൻ മകയിരം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി മെയ് 31-ാം തീയതി പൂയം നക്ഷത്രത്തിൽ എത്തുന്നു. മെയ് 14-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും, മെയ് 18-ാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും, കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ മെയ് 6-ാം തീയതി മേടം രാശിയിലേക്കും മെയ് 23-ാം തീയതി ഇടവം രാശിയിലേക്കും സംക്രമിക്കുന്നു. ശനിയും ശുക്രനും മീനൻ രാശിയിലും ചൊവ്വ കർക്കിടക രാശിയിലും തുടരുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ 2025 മെയ് മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലും ഇടവം രാശിയിലുമായി സഞ്ചരിക്കുന്നു. സൂര്യൻ്റെ സഞ്ചാരം അനുകൂല ഫലങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയാനാവില്ല. ലക്ഷ്യപ്രാപ്തിക്കായി കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വന്നേക്കും. സ്വതസിദ്ധമായ കഴിവുകളും കർമ്മകുശലതയും വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കില്ല. ചെറിയ നേട്ടങ്ങളും അല്പാൽപമായ സന്തോഷങ്ങളും ന്യായമായ അവകാശങ്ങളും അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. സഹപ്രവർത്തകർ വൈകിയെങ്കിലും ആത്മാർത്ഥത തിരിച്ചറിയും. ധനാഗമ മാർഗങ്ങൾ സുഗമമാകും. ഗുരുജനങ്ങളുടെ പ്രീതിക്ക് പാത്രമാകും. ജോലിസ്ഥലത്ത് ചില മാറ്റങ്ങൾ വരുത്തും. വാക്കുകൾ തണലും വെളിച്ചവുമായി ഭവിക്കുന്നതാണ്. 4-ലെ ചൊവ്വ മനസ്സമാധാനത്തിന് ഇടയ്ക്കിടെ ഭംഗം വരുത്തിയേക്കും. വാഹനയാത്രയിൽ ജാഗ്രത അനിവാര്യമാണ്. മെയ് മാസം 2-ാം പകുതിയിലെ വ്യാഴത്തിൻ്റെ മാറ്റം അത്ര ശുഭകരമല്ല എങ്കിലും രാഹു കേതുക്കളുടെ മാറ്റം കുറച്ചൊക്കെ ഗുണകരമായേക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തത പുലർത്തുന്നതാണ്. ആഡംബര വസ്തുക്കൾ വാങ്ങും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. കുറച്ചധികം യാത്രകളും ഉണ്ടാകും. ശാരീരിക ക്ലേശത്തിന് സാധ്യതയുണ്ട്. ഗാർഹിക ജീവിതത്തിൽ അശാന്തി അനുഭവപ്പെടും. സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പരിശീലിക്കേണ്ടതുണ്ട്. ഗൃഹനിർമ്മാണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പ്രണയികൾക്ക് അവസരം അനുകൂലമാണ്. ഭാവിയെക്കുറിച്ചുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. മേലധികാരികളുടെ അപ്രീതി ഉണ്ടായേക്കും. ഏജൻസി, കമ്മീഷൻ മേഖലയിൽ നിന്നും ന്യായമായ ആദായം ഉണ്ടാകുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവഗണിക്കാനാവാത്ത മുന്നേറ്റം പ്രതീക്ഷിക്കാം. വാക്കുകൾ ശ്രദ്ധിക്കപ്പെടും. നിരാകരിച്ചവർ സ്വീകരിക്കും. ദുരാരോപണങ്ങളെ ഭംഗിയായി പ്രതിരോധിക്കുന്നതാണ്. സംഘടന രംഗത്ത് നേതൃപദവി ലഭിക്കാം. മേടക്കൂറുകാർക്ക് 7 ശനികാലം ആരംഭിച്ചതിനാൽ അലച്ചിലിനും ക്ലേശത്തിനും സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ക്ലേശിക്കും. നിക്ഷേപങ്ങളിൽ കരുതലുണ്ടാകണം. 4-ൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ ഭൂമി വ്യാപാരത്തിൽ ശ്രദ്ധ പുലർത്തണം. ഇടവക്കൂറുകാർക്ക് ബിസിനസ്സിൽ നിന്നും ധനാഗമം സുഗമമാകും. മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ്.
അവിവാഹിതർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിക്കാൻ വഴി തുറന്നു കിട്ടും. പൊതുവെ ആഹ്ലാദാനുഭവങ്ങൾ വന്നു ചേരുന്ന കാലമായിരിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ 12ഉം 1ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാകും. 11-ൽ ശനി, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തുടരുന്നത് ആഗ്രഹ സാഫല്യത്തിന് കാരണമാകും. പ്രണയ ജീവിതത്തിൽ സന്തോഷം ഭവിക്കും. ദാമ്പത്യം സന്തുഷ്ടമായിരിക്കും. പൂർവിക സ്വത്തിലെ ആദായങ്ങൾ അനുഭവിക്കാനാകും. പിതാവിനോട് കലഹിച്ചേക്കും. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. സുഖഭോഗങ്ങൾക്ക് ചെലവ് കൂടും. കടബാധ്യതകൾ പരിഹരിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകാം. സഹോദരാനുകൂല്യം ഭവിക്കും. മെയ് 14-ാം തീയതി വ്യാഴം 2-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. ധനപരമായി നേട്ടം ഉണ്ടാകും. ചിട്ടിയിലും ലോട്ടറിയിലും ഊഹക്കച്ചവടത്തിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തിപരമായും തൊഴിൽപരമായും വിജയം വരിക്കാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും അവസരങ്ങളുണ്ടാകും. തടസ്സങ്ങൾ അതിജീവിക്കാൻ ആത്മശക്തി കരുത്താകും. സർക്കാർ അനുമതികൾ വേഗത്തിൽ ലഭിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ബിസിനസ് വിപുലീകരണം സാധ്യമാകും. പുതിയ വാഹനം വാങ്ങും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകളോ തീർത്ഥയാത്രകളോ നടത്തുന്നതാണ്. ജീവിത നിലവാരം ഉയരുന്നതായിരിക്കും. പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങിയേക്കും. നക്ഷത്രാധിപനായ ചൊവ്വ നീചരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭൂമി സംബന്ധിച്ച ഇടപാടുകളിൽ ശ്രദ്ധ വേണം. സഹോദരങ്ങളുമായി പിണക്കം ഉണ്ടായേക്കാം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കാം. വ്യാഴമാറ്റം ഇടവക്കൂറുകാർക്ക് കൂടുതൽ അനുകൂലമാണ്. ധനം പല വഴികളിലൂടെ വന്നുചേരും. ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും ഊഹക്കച്ചവടത്തിലും നേട്ടമുണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ആദ്യ പകുതി ഏറെ ഗുണകരമാണ്. 11-ാം ഭാവത്തിൽ ഉച്ചരാശിയിൽ ആദിത്യൻ സഞ്ചരിക്കുന്നത് ആശ്വാസകരമാണ്. രോഗക്ലേശങ്ങളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും. ശത്രുവിജയം ഉണ്ടാകുന്നതാണ്. കണ്ടകശനിയാൽ അനുഭവപ്പെട്ടു തുടങ്ങിയ മാന്ദ്യത്തിന് ആദിത്യൻ്റെ ഉച്ചരാശി സഞ്ചാരം മറുമരുന്നാണ്. സഹായിക്കാനും പിന്തുണയ്ക്കാനും പലരും ഉണ്ടാകും. മാസം 2-ാം പകുതിയിൽ വ്യാഴം 12-ാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നത് അല്പം ആശ്വാസകരമാണ്. മംഗളകാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും. ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ മനഃശാന്തി നേടും. സ്വന്തം കഴിവുകൾ തിരിച്ചറിയപ്പെടും. രാഷ്ട്രീയമായ മുന്നേറ്റത്തിന് അവസരം വന്നുചേരുന്നതാണ്. ധനാഗമത്തിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കും. ചെറുകിട ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കും. പുണർന്നം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 10-ാം ഭാവത്തിലെ രാഹുവും ശനിയും 2-ാം ഭാവത്തിലെ ചൊവ്വയും പലതരം ക്ലേശാനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു. മാസം ആദ്യ പകുതിയിൽ വ്യാഴം 12-ാം ഭാവത്തിലും ആദിത്യൻ 11-ാം ഭാവത്തിലുമാണ്. 11-ാം ഭാവത്തിലെ ആദിത്യൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആഗ്രഹങ്ങൾ സഫലമാകും. രോഗബാധിതർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. കിട്ടാക്കടം മടക്കി കിട്ടാൻ ഇടയുണ്ട്. സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാം. പ്രധാന വ്യക്തികൾ പിന്തുണയ്ക്കും. കൈമോശം വന്ന പ്രമാണം, പണം, വില കൂടിയ വസ്തുക്കൾ എന്നിവ മടക്കി കിട്ടുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് നിയമനം ലഭിക്കും. പിതാവിനും അഭ്യുദയം ഭവിക്കുന്ന സാഹചര്യം സംജാതമാകും. ആത്മവിശ്വാസം വളരും. ജീവിതാസക്തി പുലർത്തുന്നതാണ്. മാസം 2-ാം പകുതിയിൽ ആദിത്യൻ 12-ലേക്കും വ്യാഴം ജന്മരാശിയിലേക്കും മാറുന്നത് കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമാക്കും. കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദിശാബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയും.
തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ വന്നു ചേരുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ നിയമനം കിട്ടിയേക്കും. പിതൃസ്വത്തിന്മേലുള്ള തർക്കങ്ങൾ അവസാനിക്കും. അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിലെ ആഘോഷങ്ങളിൽ ഭാഗമാക്കാകും. സാങ്കേതിക വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമം നടത്തും. സ്വയം തിരുത്താനുള്ള സന്നദ്ധത ഉണ്ടാകുന്നതാണ്. കൂട്ടത്തിൽ ചില ഭാഗ്യക്കേടുകൾക്കും സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയും. സർക്കാർ സംബന്ധമായ ചില പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. മെയ് 14-ാം തീയതി വ്യാഴം 11-ാം ഭാവത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്ക് മാറും. ഇനി വ്യാഴം 11-ൽ വരാൻ 11 വർഷം കാത്തിരിക്കണം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യതടസ്സങ്ങളെ കണക്കിലെടുക്കാതെ മുന്നോട്ടു പോകുവാൻ കഴിയുന്നതാണ്. പറഞ്ഞുറപ്പിച്ച കരാറുകളിൽ വ്യതിയാനം വരാൻ ഇടയുണ്ട്. ധനപരമായി ഉയർച്ചയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാരികൾക്ക് ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. യാത്രകൾ ഗുണകരമാകും. സംഘടനകളിൽ നേതൃപദവി ലഭിച്ചേക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനകീയ അടിത്തറ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ പഠിക്കുന്നതിന് അവസരം ലഭിക്കും. പ്രണയികളുടെ പിണക്കം അവസാനിക്കുന്നതാണ്. സന്താനങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ആഡംബര വാഹനം വാങ്ങുവാൻ തയ്യാറാകും. ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കും. പരസ്യ ഏജൻസി മേഖലകളിൽ നേട്ടമുണ്ടാകും. യുവാക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. സാഹസകർമ്മങ്ങൾക്ക് കാലം ഉചിതമല്ല. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാശിനാഥനായ ആദിത്യൻ 9-ാം ഭാവത്തിൽ ഉച്ചരാശിയിലും തുടർന്ന് 10-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിട്ടി, ലോട്ടറി, നറുക്കെടുപ്പ് ഇവകളിൽ നിന്നും ധനാഗമം ഉണ്ടാകും. കാര്യതടസ്സങ്ങൾ നീങ്ങി ശുഭാനുഭവങ്ങൾ വന്നെത്തും. സ്വന്തം കഴിവുകൾ തിരിച്ചറിയപ്പെടും. അഷ്ടമത്തിലെ ശനി സൃഷ്ടിക്കുന്ന ക്ലേശങ്ങൾ ഒരു പരിധിവരെ ചെറുക്കപ്പെടും. 12-ൽ ചൊവ്വ സഞ്ചരിക്കുകയാൽ അനാവശ്യ യാത്രകളും പാഴ്ചിലവുകളും ഉണ്ടായേക്കും. വ്യവഹാരങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ കരുതലുണ്ടാവണം. വിദ്യാർത്ഥികൾക്ക് ഭാവി പഠനം സംബന്ധിച്ച കാര്യങ്ങളിൽ അനുകൂലത വന്നുചേരും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരമുണ്ടാകും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മങ്ങിപ്പോയ ആത്മശക്തി ഉണരുന്നതിന് സാഹചര്യം അനുകൂലമാണ്. കൂറിൻ്റെ അധിപനായ ആദിത്യൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വന്നെത്തും. സാമൂഹികമായ അംഗീകാരം ലഭിക്കും. മുൻപ് നഷ്ടപ്പെട്ട അവസരങ്ങളെക്കാൾ മികച്ച അവസരങ്ങൾ തേടിയെത്തും. പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കുന്നതാണ്. കുടുംബത്തിൽ നിന്നും അകന്നു കഴിഞ്ഞവർക്ക് വീണ്ടും കുടുംബത്തോടൊപ്പം ചേരാനാകും. സ്ത്രീകളുടെ പിന്തുണ നിർലോഭം ലഭിക്കും. സഹോദര ആനുകൂല്യം കുറയാൻ ഇടയുണ്ട്. ശനി അഷ്ടമത്തിൽ തുടരുന്നത് ശാരീരിക ക്ലേശത്തിനും അവിചാരിതമായ മനപ്രയാസങ്ങൾക്കും കാരണമാകും. വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ അലംഭാവം പാടില്ല. വാഹനയാത്രയിൽ ശ്രദ്ധയുണ്ടാവണം. മെയ് 14-ാം തീയതി വ്യാഴം 11-ാം ഭാവത്തിലേക്ക് വരുന്നത് ഏറെ അനുകൂലമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആലസ്യം നീങ്ങി ഉന്മേഷഭരിതമാകും. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ഉത്സാഹമുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സാമാന്യമായ സംതൃപ്തി ലഭിക്കുന്നതാണ്. മാസം ആദ്യ പകുതി നക്ഷത്രാധിപനായ ആദിത്യൻ ഉച്ചരാശിയിൽ ആയതിനാൽ ഗുണാനുഭവങ്ങൾ കുറയില്ല. അവഗണിച്ചവർ സ്വയം പരിഗണിക്കാൻ മുന്നോട്ട് വന്നേക്കും. അധികാരികൾ വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും കാതോർക്കും. കുടുംബാന്തരീക്ഷം ഹൃദ്യമാകും. അനിഷ്ടരാശികളിൽ തുടരുന്ന ശനിയും രാഹുവും സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പണമിടപാടുകളിൽ കരുതൽ വേണം. ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഉചിതമായ സന്ദർഭമാണ്.
ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമായി വന്നേക്കും. മെയ് 14 തീയതിയിലെ വ്യാഴമാറ്റം ചിങ്ങക്കൂറുകാർക്കും 18 തീയതിയിലെ രാഹു കേതുമാറ്റം കന്നിക്കൂറുകാർക്കും ഏറെ ആശ്വാസകരമാണ്. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്നതായി തോന്നും. മനസ്സിനെ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. ഉദ്യമങ്ങൾ തടസ്സപ്പെടുന്നതാണ്. ന്യായമായ വിജയം വൈകിയേക്കും. 9ാം ഭാവത്തിൽ തുടരുന്ന വ്യാഴം മാസം ആദ്യ പകുതിയിൽ പ്രതിബന്ധങ്ങളെ അകറ്റാനും അർഹമായത് നേടാനും വഴിയൊരുക്കും. കുടുംബ അന്തരീക്ഷത്തിൽ അനൈക്യം ഉണ്ടായാലും അവ പരിഹൃതമാകും. ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായ സ്വസ്ഥതയും പ്രതീക്ഷിക്കാം. 11 ചൊവ്വ ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്തും. വീട് മാറുവാനോ പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനോ സാഹചര്യം അനുകൂലമാണ്. പ്രണയബന്ധം ദൃഢമാകും. സാമൂഹിക കാര്യങ്ങളിലെ ഇടപെടലുകൾക്ക് സ്വീകാര്യതയുണ്ടാകും. തൊഴിലിൽ നേട്ടം ഭവിക്കുന്നതാണ്. വ്യാഴമാറ്റം അത്ര അനുകൂലമല്ല എങ്കിലും രാഹു കേതുക്കളുടെ മാറ്റം ഏറെ ആശ്വാസകരമാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം പുഷ്ടിപ്പെടും. ഭാവിക്കുതകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയും. ആദർശം മാറ്റിവെച്ച് പ്രായോഗിക ചിന്തയിൽ മുഴുകുന്നതാണ്. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അക്കാര്യം പരസ്യമായി പറയുവാനും മടിയുണ്ടാവില്ല. പങ്കുകച്ചവടം ഗുണകരമാകാൻ ഇടയില്ല. ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ ചേർക്കുന്നത് ആലോചിച്ചിട്ട് ആവണം. ചെറുപ്പക്കാരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകും. ഇഷ്ട വ്യക്തികളിൽ നിന്നും പാരിതോഷികം ലഭിച്ചേക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അവസരം വന്നുചേരുന്നതാണ്. പാരമ്പര്യ സ്വത്തുക്കൾ വിൽക്കുന്നതിലെ തടസ്സങ്ങൾ നീങ്ങും. രാഹു കേതുക്കളുടെ രാശിമാറ്റം ഏറെ ആശ്വാസകരമാണ്. വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നത് തുലാക്കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ സമ്മാനിക്കും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ബിസിനസ്സിൽ പ്രതികൂല അനുഭവങ്ങൾ സൃഷ്ടിച്ചേക്കാം. യാത്രകൾ അധികമാകും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നതാണ്. അഷ്ടമത്തിലെ വ്യാഴം 9ലേക്ക് മാറുന്നത് ദുരിതങ്ങളെ ലഘൂകരിക്കും. 6ാം ഭാവത്തിലെ ശനി പരിശ്രമങ്ങൾക്ക് അർഹമായതിലധികം ഫലം തരുന്നതാണ്. ശത്രുക്കളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങളെ സധൈര്യം ചെറുക്കാനാവും. വ്യാപാരത്തിൽ അഭിവൃദ്ധി ഉറപ്പിക്കാം. വിപുലീകരണ ശ്രമങ്ങൾ ഫലം കാണുന്നതാണ്. പ്രവാസികൾക്ക് നേട്ടങ്ങൾ വന്നെത്തും. ജന്മനാട്ടിൽ മടങ്ങിയെത്തിയവർ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് തയ്യാറാവും. രാഹു കേതുക്കളുടെ മാറ്റങ്ങൾ ആശ്വാസകരമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. അതോടൊപ്പം ലോട്ടറി, ഭാഗ്യപരീക്ഷണം, ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റിംഗ് എന്നിവയിൽ നേട്ടമുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം നേട്ടങ്ങൾ അനുഭവിക്കാനാവുന്ന കാലമാണ്. പ്രയത്നത്തിന് അർഹിക്കുന്നതിലധികം ഫലം കൈവരുന്നതാണ്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ മേലധികാരികൾക്ക് സ്വീകാര്യമാകും. സഹപ്രവർത്തകർക്കിടയിൽ ചേരിതിരിവ് ഉണ്ടായേക്കാം. രോഗക്ലേശമുള്ളവർക്ക് ചികിത്സ ഫലിക്കുന്നതാണ്. വൃശ്ചികക്കൂറുകാർ മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും. കടബാധ്യത പരിഹരിക്കാൻ സന്ദർഭം വന്നുചേരുന്നതാണ്. വ്യാപാര സ്ഥാപനം തുടങ്ങുവാൻ അനുമതി ലഭിക്കും. തുലാക്കൂറുകാർ ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്തും. സ്വന്തം കഴിവിനനുസരിച്ചുള്ള ജോലി കിട്ടിയേക്കും. വിവാഹകാര്യത്തിലെ കാലവിളംബം അവസാനിക്കും. സന്താനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഹനം വാങ്ങുന്നതാണ്. അയൽ പ്രശ്നങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടായേക്കില്ല. വ്യാഴവും രാഹുകേതുവും രാശി മാറുന്നത് തുലാക്കൂറുകാർക്ക് ഏറെ അനുകൂലമാകും. രാഹുകേതുക്കളും രാശി മാറുന്നത് തുലാക്കൂറുകാർക്ക് ഏറെ അനുകൂലമാകുമ്പോൾ
വൃശ്ചികക്കൂറുകാർക്ക് അത്ര അനുകൂലം ആയിരിക്കില്ല. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ആദ്യ പകുതി ഏറെ അനുകൂലമാണ്. കർമ്മമണ്ഡലത്തിൽ ഉജ്ജ്വല അധ്യായങ്ങൾ എഴുതിച്ചേർക്കുവാനാകും. ന്യായമായ അഭിലാഷങ്ങൾ ഭംഗിയായി നിറവേറ്റപ്പെടും. ദൗത്യങ്ങളുടെ പൂർത്തീകരണം സുഗമമാകും. എതിർക്കുന്നവരുടെ കൂടി കാര്യങ്ങൾ പരിഗണിക്കും. കടബാധ്യത തീർക്കാൻ പോംവഴി തെളിയുന്നതാണ്. വായ്പയ്ക്കാനുള്ള അപേക്ഷ അനുവദിക്കപ്പെടും. ഉന്നത പഠനത്തിന് വിദേശത്ത് പോകാൻ ഒരുക്കങ്ങൾ തുടങ്ങും. രോഗഗ്രസ്തരായവർക്ക് ആശ്വാസം അനുഭവപ്പെടും. രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. പ്രൊഫഷണലുകൾക്ക് മുന്നേറാൻ കൂടുതൽ അവസരങ്ങൾ സംജാതമാകും. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര നടത്തുവാനാകും. ജോലി തേടുന്നവർക്ക് ആശ്വാസം ഭവിക്കും. ബിസിനസ്സിൽ ധനാഗമം സുഗമമായി തീരും. ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. മാസം രണ്ടാം പകുതി അത്ര അനുകൂലമായേക്കില്ല. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയും. പ്രാധാന്യം പരിഗണിച്ച് പ്രവർത്തിക്കും. ഔദ്യോഗികമായി ഉയർച്ചയുടെ കാലമാണ്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ മികച്ച ജോലി ലഭിക്കും. അകലങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നതാണ്. ഗവേഷണ നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമാകും. എതിർസ്വരങ്ങളെ തമസ്കരിക്കും. സ്വയം തൊഴിൽ മേഖലയിൽ നല്ല സ്വീകാര്യത ലഭിക്കുന്നതാണ്. പിതൃപുത്രബന്ധം രമ്യമാകും. മാതാപിതാക്കളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തും. ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടും. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. അഞ്ചിലെ ശനി ആലസ്യത്തിലേക്ക് നയിച്ചേക്കാം. രാഹു 5-ൽ നിന്നും 4-ലേക്കും കേതു 11-ൽ നിന്നും 10-ലേക്കും വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നത് അത്ര അനുകൂലമല്ല. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കണ്ടകശനിയും അഷ്ടമത്തിലെ കുജനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. കുറച്ചു കാലമായി തുടരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകാതെ വിഷമിക്കുന്നതാണ്. ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചത്തിലും തുടർന്ന് 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് ആശ്വാസത്തിന് കാരണമാകും. പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടാകില്ല. ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ മുഴുകുന്നതിനാകും. കുടുംബ പ്രശ്നങ്ങളിൽ കൂടിയാലോചന നടക്കും. സ്ത്രീ സുഹൃത്തുക്കൾ സഹായിക്കുന്നതാണ്. കരാറുകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധ വേണം. സഹോദരൻ്റെ ഭൂമിയോ വസ്തുവോ വാങ്ങിയേക്കും. ഔദ്യോഗിക യാത്രകൾ കൂടുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ പറയത്തക്ക മെച്ചം ഉണ്ടാവില്ല. ധനപരമായി കരുതൽ വേണം. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. രാഹു 3-ലേക്കും വ്യാഴം 7-ലേക്കും മാറുന്നത് ഏറെ ഗുണകരമാണ്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 6-ൽ വ്യാഴം, 8-ൽ ചൊവ്വ, 4-ൽ ശനിയും രാഹുവും എന്നിങ്ങനെ പ്രതികൂല ഗ്രഹനിലയാണ് മാസം ആദ്യ പകുതിയിൽ. ഗ്രഹനിർമ്മാണം ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരുന്നതാണ്. വീടിന് അറ്റകുറ്റപ്പണി ഉണ്ടാകും. വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യവും വന്നേക്കാം. 4-ൽ ഉച്ചസ്ഥനായി ശുക്രൻ സഞ്ചരിക്കുന്നതിൻ്റെ മെച്ചം ദോഷങ്ങളെ സന്തുലിതമാക്കും. 5-ാം ഭാവത്തിൽ ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചരാശിയിലും പിന്നീട് 6-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഏറെ അനുകൂലമാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ് വന്നുചേരും. ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകൾ കരഗതമാകുന്നതാണ്. മത്സരങ്ങൾക്ക് മാനസികമായി സജ്ജമാകും. കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അലസത ഉണ്ടാകരുത്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. വ്യാഴം 7-ലേക്കും രാഹു 3-ലേക്കും മാറുന്നത് നേട്ടങ്ങൾ സമ്മാനിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയും മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും വളരെ അനുകൂലമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും.
ധനുക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ കണ്ടകശനി ഉള്ളതിനാൽ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഊർജവും സമയവും പ്രശ്നപരിഹാരങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നതാണ്. മകരക്കൂറുകാർക്ക് ജീവിതത്തിൽ പ്രസന്നഭാവങ്ങൾ കൂടാം. കാര്യസിദ്ധി കൈവരുന്നതാണ്. അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും സഹായം വന്നെത്തും. സന്താനങ്ങളില്ലാത്തവർക്ക് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. മനസ്സ് സർഗാത്മകമാകും. നല്ല വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പദവികളിൽ ഉയർച്ച ഉണ്ടാകും. ധനവരവ് അധികരിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിലും ചീട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ആദ്യപകുതി വ്യാഴം 5-ാം ഭാവത്തിൽ തുടരുന്നതുകൊണ്ട് അനുകൂലമായ ഫലങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ചുമതലകളിൽ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ കഴിയും. തടസ്സങ്ങളില്ലാതെ തന്നെ കാര്യനിർവഹണം സാധ്യമാകും. ഗുരുജനങ്ങളുടെ അനുകൂല നിലപാടുകൾ നേട്ടമുണ്ടാക്കും. സ്ത്രീകളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. കരാർ ജോലികൾ നീട്ടി ലഭിക്കും. സന്താനങ്ങൾക്ക് പഠനം, ജോലി ഇവയിൽ ഗുണഫലം പ്രതീക്ഷിക്കാം. വിവാഹകാര്യത്തിൽ നല്ല തീരുമാനമാകും. അന്യനാട്ടിലുള്ളവർ ജന്മനാട്ടിൽ അവധിക്കാലം ചെലവഴിക്കുന്നതാണ്. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. ലാഭം നിക്ഷേപമാക്കി മാറ്റുവാൻ കഴിയും. ഇൻഷുറൻസ്, ഓഹരി വിപണി ഇവയിൽ നേട്ടമുണ്ടാകും. ഭാഗ്യക്കുറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർ സമ്മാനിതർ ആയേക്കും. 7-ാം ഭാവത്തിലെ ചൊവ്വ ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ സൃഷ്ടിക്കും. വാക്കുകൾ ജീവിത പങ്കാളിയെ പ്രകോപിപ്പിക്കുന്നതായിരിക്കും. മാസത്തിൻ്റെ 2-ാം പകുതിയിലെ രാഹു കേതുക്കളും വ്യാഴമാറ്റവും അത്ര അനുകൂലമല്ല. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾക്കാവും മുൻതൂക്കം ലഭിക്കുന്നത്. ഭാഗ്യപരീക്ഷണങ്ങളിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും. തൊഴിൽ മേഖലയിലെ കർമ്മകുശലതയും കഴിവും തിരിച്ചറിയപ്പെടുന്നതാണ്. അർഹതയ്ക്കനുസരിച്ച് സ്വീകാര്യത ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. കച്ചവടത്തിൽ ആദായം വർദ്ധിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് പലതരം നേട്ടങ്ങൾ കരഗതമാകും. ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ദാമ്പത്യക്ലേശം സൃഷ്ടിച്ചേക്കും. കുംഭക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലങ്ങളുണ്ടാകും. വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിഷമിക്കും. ചിലപ്പോൾ പ്രവൃത്തിയിൽ താമസം അനുഭവപ്പെടും. ഉന്നതരായ വ്യക്തികളുടെ പിന്തുണ പ്രതീക്ഷിക്കാം. എതിർപ്പുകളെ അവഗണിച്ച് മുന്നേറാനാവും. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹങ്ങൾ അനുകൂല പ്രതികൂല സ്ഥിതിയിലാണ്. ചിലപ്പോൾ കാര്യസാധ്യം ചടുലമാകും. മറ്റു ചിലപ്പോൾ കാലവിളംബം ഉണ്ടായേക്കാം. വാഗ്ദാനങ്ങളും ഉറപ്പുകളും ജലരേഖകളായി മാറും. മറ്റുള്ളവർക്ക് നൽകിയ വാഗ്ദാനങ്ങളും പാലിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. കലാസാഹിത്യ മേഖലയിൽ ഉള്ളവർക്ക് ഭാവനയും സർഗവാസനയും ഉണരുന്നതാണ്. ആദിത്യൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പിതാവിൻ്റെ വാത്സല്യം ലഭിക്കും. പിതാവിൽ നിന്നും ധനസഹായം പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ വിശ്വാസം ആർജിക്കും. ചൊവ്വയുടെ 6-ാം ഭാവത്തിലെ സഞ്ചാരം പ്രതിഷേധ സ്വരങ്ങളെ അവഗണിക്കാൻ കരുത്തു പകരും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ഗുണമുണ്ടാകും. ഭൂമി കൊടുക്കൽ വാങ്ങൽ സുഗമമാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശുക്രനും ബുധനും അനുകൂലമായതിനാൽ സന്തോഷാനുഭവങ്ങളും ഭവിക്കും. എന്നിരുന്നാലും മനസ്സാവാച കർമ്മണ ജാഗ്രത വേണം. ഉന്നതാധികാരികളിൽ നിന്നും അഭിനന്ദനങ്ങൾ കേൾക്കാൻ ഇടവരും. മുതിർന്നവരുടെ പിന്തുണയും അനുഗ്രഹവും നേടുന്നതാണ്. പഠനകാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം. ആത്മീയ സാധനകൾ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങാൻ സാധ്യതയുണ്ട്. ദൈവിക സമർപ്പണങ്ങൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കും. വരുമാനം മോശമാകാൻ ഇടയില്ല. എന്നിരുന്നാലും മിതവ്യയം പാലിക്കാൻ വിഷമകരമാകും. വിരോധികളെ അവഗണിക്കും. ജീവിത പങ്കാളിയുടെ രോഗം ഭേദപ്പെടുന്നതാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രയോജനമുള്ളവയും ഇല്ലാത്തതുമായ ധാരാളം യാത്രകൾ ഉണ്ടാകും.
യാത്രകൾ പണച്ചെലവിനും ശാരീരിക ക്ലേശത്തിനും ഇടയാക്കും. ചില ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറും. സുഹൃജനങ്ങളുടെ പിന്തുണ കൈവരും. കൃത്യനിർവഹണം പതുക്കെയാവും. അധികാരികളുടെ അനിഷ്ടം നേടുന്നതാണ്. ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് ഭവിക്കുകയും അതിൽ പരിഹാസ്യരാവുകയും ചെയ്യും. വ്യക്തിപരമായി പലതരം ചുമതലകൾ വന്നു ചേരുന്നതാണ്. മാതാപിതാക്കൾക്ക് സന്താനങ്ങളുടെ അടുത്തുപോയി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. വിവാഹാലോചനകൾ തടസ്സപ്പെടും. നിർബന്ധബുദ്ധി വിരോധികളെ സൃഷ്ടിക്കുന്നതാണ്. ആലസ്യം മൂലം പലതും നീട്ടിവെക്കാനുള്ള പ്രവണത തലപൊക്കും. വീട് മാറുന്നതിന് സാഹചര്യം അനുകൂലമാണ്. ഏജൻസി കമ്മീഷൻ വ്യാപാരം മെച്ചപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിന് അവസരമുണ്ടാകും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ബുധൻ നീചരാശിയിൽ നിന്നും മാറുന്നത് ആശ്വാസകരമാണ്. മനക്ലേശത്തിന് അയവുണ്ടാകും. മാസം ആദ്യ പകുതിയിൽ രാഹുവും ശനിയും ജന്മരാശിയിൽ തുടരുന്നത് തൊഴിൽ രംഗത്ത് പിരിമുറുക്കം സൃഷ്ടിക്കും. ജന്മരാശിയിലെ ശുക്രൻ ഭോഗസുഖം സമ്മാനിക്കും. ജീവിതാസക്തിയും ആഡംബരങ്ങൾക്കും അവസരം ഒരുങ്ങും. ശത്രുക്കളിൽ നിന്നും ധനം ലഭിച്ചേക്കും. വാക്കുകളിൽ ആജ്ഞാശക്തി നിഴലിക്കും. 5-ാം ഭാവത്തിലെ കുജൻ വേണ്ടതിനും വേണ്ടാത്തതിനുമായ കാര്യങ്ങളിൽ ശാഠ്യം ഉണ്ടാക്കും. 7-ലെ കേതു ദമ്പതികൾ സാഹചര്യവശാൽ വെവ്വേറെ ദിക്കുകളിൽ കഴിയുന്നതിന് ഇടവരുത്തും. ദൈവിക കാര്യങ്ങളിൽ തടസ്സം ഏർപ്പെടാം. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമാണ്. മാസം 2-ാം പകുതിയിൽ രാഹു ജന്മരാശിയിൽ നിന്നും മാറുന്നതും വ്യാഴം 4-ലേക്ക് മാറുന്നതും മൂലം ആശ്വാസം ഭവിക്കും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.